മലപ്പുറം അരീക്കോട് ഉറുങ്ങാട്ടിരിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ അപകടത്തിൽ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. മാലിന്യ ശുദ്ധീകരണ ടാങ്കിലെ വിഷവാതകം ശ്വസിച്ചതാണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. കോഴിമാലിന്യം സംസ്കരിച്ച് വളർത്തുമൃഗങ്ങൾക്ക് തീറ്റ നിർമ്മിക്കുന്ന സംസ്കരണ പ്ലാന്റിൽ രാവിലെ 10:30 അപകടം. തൊഴിലാളികളായ വികാസ് കുമാർ, സമദലി, ഹിതേഷ് ശരണ്യ എന്നിവരാണ് മരിച്ചത്. 3 പേരെയും കാണാതായതോടെ മറ്റു ജീവനക്കാർ നടത്തിയ തിരച്ചിലിലാണ് 3 പേരെയും ടാങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യം ടാങ്കിൽ വീണയാൾ രക്ഷപ്പെടുത്താനെത്തിയ മറ്റു 2 പേരും വിഷവാതകം ശ്വസിച്ച അപകടത്തിൽപ്പെട്ടതാകാമെന്നാണ് പോലീസ് നിഗമനം. ഇവിടുത്തെ സ്റ്റാഫ് 1 മണിക്കൂറോളം വരെ തെരഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് കാണാനായിട്ടാണ് എല്ലാ ടാങ്കിലും കയറി നോക്കിയ സമയത്ത് 3 പേര് അതിൽ കിടക്കുന്നത് കണ്ടത്. എങ്ങനെയാണ് വീണതെന്ന് നമുക്കറിയില്ല, ഇതുവരെ വെളിവായിട്ടില്ല. 2 പേരിലേക്ക് കയറി പോകുന്നത് നമ്മൾ CCTV കണ്ടു. സ്ഥലത്ത് കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. 5000 ലിറ്റർ ടാങ്കാണ്. അപ്പോൾ അതിൻ്റെ അത് കട്ട് ചെയ്തിട്ടാണ് ബോഡി എടുത്തിരിക്കുന്നത്. അവരോട് ചോദിക്കട്ടെ എന്താണെന്നുള്ളത് നമുക്കറിയാം. ആരൊക്കെ സ്റ്റാഫ് എവിടെ നിന്ന് വന്ന ആൾക്കാരെന്നൊക്കെ അവരോട് ചോദിച്ചാൽ മനസ്സിലാവും. നല്ല സ്മെല്ലാണ് ഇതിൻ്റെ അകത്ത്. അപകടത്തിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. അരീക്കോട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പ്ലാന്റിലെ അപകടം നടന്ന ഭാഗം പോലീസ് സീൽ ചെയ്തു. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.